മമ്മി മമ്മി ബേബി വന്നു നീ മമ്മി തുറക്ക മമ്മി മോളെ സോറി വിശക്കുന്നുണ്ടോ നിനക്ക് കുട്ടി അങ്ങോട്ട് ഓടിപ്പോയി നോക്ക്. അമ്മ ഇവിടെ തന്നെ ഉണ്ട്. അമ്മ പോരാ, കഥവ് തുറക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. എങ്ങോട്ടാ ഇങ്ങോട്ട് വാ. Bloody door! No! അവളെ വിടണോ? No! Please അവളെ വിട്. ഞാൻ ഇവിടുന്ന് ഓടിപ്പോയാ. No! No! Don't touch her! എന്താണത്? ഓടി രക്ഷപ്പെടാൻ നോക്കി ചേട്ടാ, അതുകൊണ്ടാണ് കെട്ടിയിട്ടത്. കൊച്ചു കുട്ടിയാവള് മാറ്. ഈ കുട്ടിച്ചാത്ത ഒന്നും പറഞ്ഞാൽ കേൾക്കത്തില്ലെന്ന്. കേട്ടില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമായ. അതെ, ഇയാള് തുടങ്ങി. എന്താ മോളെ? മമ്മിയുടെ അടുത്ത് പോണം. മമ്മിയുടെ അടുത്തേക്കല്ലേ പോകേണ്ടത്? വാ, ഇതൊക്കെ മാറ്റ്. സംസാരിച്ചു. മമ്മി മമ്മി ഈ അങ്കിൾ എന്നെ പിടിച്ച് അടിക്കുവോ? മമ്മി എന്നോട് സംസാരിക്കും. മമ്മി എന്താ ചക്കര, എന്തിനാ കരയുന്നത്? അങ്കിൾ എല്ലാരും ചേർന്ന് എന്നെ അടിക്കുവോ? മമ്മി എന്റെ വായ മൂടിക്കെട്ടി വെച്ചു. അമ്മയുടെ റൂമിലേക്ക് എന്നെ ഇവര് വിടുന്നില്ല. കുറച്ചേരം അടങ്ങിയിരിക്കണം കേട്ടോ. മമ്മി പറയുന്നൊക്കെ കേക്കത്തില്ല. ഡാഡി വരില്ലേ മമ്മി? ഇനി കുറച്ചു നേരത്തിനുള്ളിൽ ഡാഡി നമ്മളെ കൂട്ടിക്കൊണ്ട് പോവും. ഓക്കെ അല്ലേ? അതുവരെ ഗുഡ് ഗേൾ ആയിട്ട് അടങ്ങിയിരിക്കണം. മനസ്സിലായോ? ശരി മമ്മി. കരയില്ലേ മമ്മി? കൊച്ചിനടുത്തോണ്ട് പോയി ബോക്സിൽ വെക്കേ. നമ്മൾ എന്തൊക്കെ ജോലിയാടാ ഇവിടെ ചെയ്യേണ്ടത്. നോക്കി വെക്കണേ. നോക്കി പതുക്കെ ഇരിക്കേ. ഇത് അടയാറിലെ വീട്. ഇതാണ് ആക്സിഡന്റ് നടന്ന സ്പോട്ട്. സ്പോട്ടിൽ ആക്സിഡന്റ് ആയ കാർ മാത്രമാണ് നിൽക്കുന്നത്. അകത്ത് ആരാണെന്നോ എന്താണെന്നുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. വെറും നമ്പർ പ്ലേറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ദെൻ RTO ഓഫീസിൽ നിന്ന് നമ്പർ ട്രേസ് ചെയ്ത് വീട് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ രാജേഷ്, പ്രഭാവതി, തമിഴിസൈ എന്ന് പറയുന്ന 3 പേരും US ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മളെ ട്രാവൽസിൽ എൻക്വയറി ചെയ്ത് നോക്കിയപ്പോൾ അവർ USA പോയില്ലെന്ന് അറിയാൻ പറ്റി. അതുമാത്രമല്ല, അവർ ട്രാവൽ ചെയ്ത കാർ ആക്സിഡൻ്റ് ആയി. അപ്പോൾ ആ 3 പേരും അവിടെ ഉണ്ടായിരിക്കണം. പക്ഷേ ഇല്ല. എന്താ പറ്റിയേ? ഇതൊരു വലിയ ക്വസ്റ്റ്യനാണ് സാർ. ഒരു പക്ഷേ അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്താണെങ്കിലോ? എക്സാക്ട്ലി. ആ സറൗണ്ടിൽ 10 കിലോമീറ്ററുള്ള എല്ലാ ഹോസ്പിറ്റലിലും ആക്സിഡന്റ് ആയ അതേ സമയത്ത് ആരെങ്കിലും അഡ്മിറ്റ് ആയതുകൊണ്ട് ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, വി ആർ റണ്ണിങ് ഷോർട്ട് ഓഫ് ടൈം. ഹറി അപ്പ്. മായ, ഒന്നിങ്ങോട്ട് വരൂ. എന്തു പറ്റി? ആ പെണ്ണ് പ്ലേറ്റ് ഇട്ട് പൊട്ടിച്ചില്ലേ? ശരി, ഒരു മിനിറ്റ്. ഒന്നിങ്ങോട്ട് വരൂ. ആരംഭിച്ച ഇത് വെച്ച് എന്താ ചെയ്യാൻ പോവാ? യെസ് ബോസ്. യെസ് യെസ്
ഓക്കെ ബോസ്. ഗ്രീൻ കളർ ബോക്സ് അല്ലേ? ഓക്കെ ബോസ്. മാഡം നെയിം ചന്ദ്രലേഖ മാഡം അല്ലേ? ഓക്കെ ബോസ്. ഐ വിൽ ബി ദാർ ഇൻ 10 minutes. ഞാൻ വരാൻ അരമണിക്കൂറാവും. അകത്തോട്ട് ആരും പോകരുത്. ഞാനിപ്പോൾ വന്നേക്കാം. ഓക്കെ, ആയിക്കോട്ടെ. വരൂ. ദേ, കുറച്ച് സമയം. അയ്യോ, ഏത് ബട്ടനാ അമുക്കണ്ടെന്നേന്ന് അറിഞ്ഞൂടല്ലേ? സൂപ്പർ സ്റ്റാർ. താഴമ്പു മണമുള്ള ഇവളെവിടെ കാണുന്നില്ലല്ലോ. നീ ഇവിടെ നിൽക്കേ, ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. മമ്മിയുടെ അടുത്ത് പോവാ അങ്കിൾ. ടിങ് 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 ടിങ്. ആ, മമ്മി ബേബി. എന്നാ നിന്റെ കൊച്ച്, നീ പറഞ്ഞ ഞാൻ കൊണ്ടുവന്ന് തന്നു. ചക്കരെ, are you hungry? ആ, കഴിക്കാൻ എന്തെങ്കിലും വേണോ? Shall I get you biscuits, chocolate? എവിടെ കുഞ്ഞിന് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? പ്ലീസ്. ഒരേ സെക്കൻഡ്, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. അങ്ങള് കഴിക്കാൻ കൊണ്ടുവരും കേട്ടോ. ചക്കര കുട്ടി, ഐ ലവ് യു ചക്കര. ചോക്ലേറ്റ് ബിസ്ക്കറ്റ്, ചോക്ലേറ്റ് ബിസ്ക്കറ്റ്, ചോക്ലേറ്റ് നിനക്ക് ബിസ്ക്കറ്റ് എൻ്റെ കയ്യിൽ വെക്കാം. ഇപ്പൊ നല്ല കുട്ടിയായിട്ട് ആദ്യം ബിസ്ക്കറ്റ് കഴിക്കേ, അത് കഴിഞ്ഞിട്ട് ചോക്ലേറ്റ്. ഓ ഓ കഴിക്ക്. ഏയ് ചക്കരേ, ചക്കര കുട്ടി, എന്റെ ക്യൂട്ടി. ബിസ്ക്കറ്റ് കഴിക്കുന്നോ? സമയം അങ്ങ് പോയി. കരയാതെ. സ്നേഹത്തുമ്പി ഞാനല്ലേ കൂടെ കരയാതെന്നാരുമൽ തുമ്പി, സ്നേഹത്തുമ്പി ഞാനില്ലേ കൂടെ. Come on. അങ്ങനെ
അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ തന്നെ. എടീ, നിനക്ക് ഹെൽപ്പ് ചെയ്യാന്ന് വെച്ച് വന്നപ്പോ എന്റെ ഗണ്ണെടുത്ത് എന്നെ വെടിവെക്കുന്നു നീ. പെണ്ണുങ്ങളൊക്കെ നീ അത്രയും വൃത്തികെട്ടവരായിട്ടാണ് കാണുന്നത്. പറഞ്ഞത് മാത്രം ചെയ്താൽ മതി, മനസ്സിലായോ? എന്നെ നീ വെടിവെക്കോ? ഒന്ന് കണ്ണടയ്ക്കും. നീ എന്നെ വെടിവെക്കാൻ നോക്കുവാണോ? ബോസ് അറിഞ്ഞാ എന്താ ചെയ്യുമെന്നറിയാമോ? എന്റെ മോക്ക് എന്താ സാർ പറ്റിയ? ഞങ്ങൾ അതിനാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. അല്ല, നിങ്ങളുടെ മകൾ യുഎസിന് പോകാൻ പോകല്ലേ? നിങ്ങൾ രണ്ടുപേരും സെൻഡ് ഓഫിന് പോകാതെ എന്ത് ചെയ്യായിരുന്നു? ഇല്ല സാർ, കോയമ്പത്തൂർ ഒരു ബന്ധുവിന്റെ മരണമെന്ന് മെസ്സേജ് വന്നു സാർ. അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് കാറ് റിപ്പയർ ആയിപ്പോയി. അവിടെ നിന്ന് വീട്ടിൽ വന്ന ഉടനെ സെക്യൂരിറ്റി പറഞ്ഞായിരുന്നു സാർ. അതുകൊണ്ടാണ് നിങ്ങളെ കാണാൻ വന്നേ. ആക്സിഡന്റ് ആയി പറയുന്നത് സാറേ. ബ്ലേഡ് കൊണ്ട് ചെറിയ മുറിവാണെങ്കിൽ പോലും അവൾ വേദന സഹിക്കത്തില്ല. വിഷമിക്കണ്ട, ഒന്ന് സമാധാനമായിട്ടിരിക്കും. ഞങ്ങളും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ അന്വേഷിക്കുകയാണെന്നോ? അയ്യോ, എന്നാ വെള്ളം അടിച്ച, എന്നാ വെള്ളം കുടിക്കുക. ഹലോ, ഏത് ഹോസ്പിറ്റൽ? ഓക്കെ സാർ ICUലാണ് സാർ. സാറാണ് MT. ഹലോ ഡോക്ടർ. അയ്യോ മോനെ. രാജേഷ്, ഡിസ്റ്റർബ് ചെയ്യരുത്. ഡോക്ടർ ഒന്ന് വഴക്ക് പറയും. ഒന്ന് പുറത്തേക്ക് പോകും പ്ലീസ്. അവളിപ്പോ എവിടെയാണാവോ? ഇതെന്ത് പറ്റിയതാ? ഞാനാണ് സാർ ആദ്യം കണ്ടത്. ലേറ്റ് നൈറ്റ് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് പോകുമ്പോൾ എയർപോർട്ടിനടുത്ത് ഒരു ആക്സിഡൻറ്റിൽ കിടക്കുകയായിരുന്നു. കോൺഷ്യസ് ഇല്ലായിരുന്നു. ഫ്രണ്ട് സീറ്റ് ഉണ്ടായിരുന്ന ഡ്രൈവർ പാവം അപ്പം തന്നെ മരിച്ചുപോയി. എനിക്ക് സ്വന്തം ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ തന്നെ ആംബുലൻസിന് ഫോൺ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ആസ് എ ഡോക്ടർ, ഒരു ആക്സിഡൻറ്റ് നിങ്ങൾ കണ്ടിരിക്കുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യണമെന്ന് നിങ്ങൾക്കറിയത്തില്ലേ? ചെയ്തായിരുന്നു സാർ. എപ്പോഴ്? 12 hours ആയി. ഏത് സ്റ്റേഷൻ? സെൻറ് തോമസ് മൗണ്ട്. ആരുടെ സംസാരിച്ച? SIയോടോ ഇൻസ്പെക്ടറോടോ? എക്സാക്റ്റായിട്ട് SI ആണോ ഇൻസ്പെക്ടറാണെന്ന് അറിയില്ല. പക്ഷേ അവർ പേര് KP ശിവ എന്നാ. സാർ. ആ KP ശിവ എവിടെ ഉണ്ടെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവിടെ വരണം. ഓക്കെ സാർ. പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ ഇപ്പോൾ എങ്ങനെയുണ്ട്? പ്രോബ്ലം ഒന്നുമില്ല. തലയ്ക്ക് അടി കിട്ടിയത് കൊണ്ട് കുറച്ച് അൺകോൺഷ്യസ് ആണ്. അല്ലാതെ പക്ഷേ ഓക്കെയാണ്. ആക്സിഡൻറ്റ് നടന്ന സ്പോട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? വേറെ ആരുമില്ലായിരുന്നു സാർ. ആർ യു ഷുവർ? ഷുവർ, ആരുമില്ലായിരുന്നു. അവിടെ വേറെ എന്തെങ്കിലും മാർക്സോ ബ്ലഡ് ഷൈനോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അങ്ങനെയൊന്നുമില്ലായിരുന്നു സാർ. ആക്സിഡൻറ്റ് നടന്ന സമയം എത്രയാണെന്ന് പറയാൻ പറ്റുമോ? 3 o'clock ഞാൻ അവിടെ ക്രോസ് ചെയ്തത്. റീഡിങ് കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ അറൗണ്ട് 2:30 2:40 അകത്തായിരിക്കും. ഓൾ റൈറ്റ് ഡോക്ടർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. പേഷ്യൻറ്റ് ബോധം വന്ന ഉടനെ ഡെഫിനറ്റ്ലി ഞങ്ങളെ വിവരം അറിയിക്കണം. എനിക്കെന്തോ ഇവിടെ എന്തോ സസ്പീഷ്യസ് ആയി തോന്നുന്നു. അതെ സാർ. 2 കോൺസ്റ്റൻസ് എടുത്ത്. ഓക്കെ സാർ. ശരി സാർ. ഒരു പക്ഷേ കിഡ്നാപ്പ് ആണെങ്കിലോ സാർ? ഇവരെ അങ്ങ് പറഞ്ഞു വിട്ടേക്ക്. വളരെ അപ്സെറ്റ് ആണ് അവർ. ഓക്കെ സാർ. 12 hours ആയി. ഇതുവരെയായിട്ട് ഒരു ലേഡിയും കിട്ടിയിട്ടില്ല. എന്തോ ഒരു വലിയ ക്രൈം നടക്കാൻ പോകുന്നു തോന്നുന്നു.